അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ വിട്ട ഭാഗത്ത് ആ ഒരു വൃത്തത്തിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. യ അസാതിദത്തു ശുക്രൻ. ബാക്കി എന്താണ്? അവിടെ ലക്കും എന്നാണ് വേണ്ടത്. കാരണം അവിടെ ഒരു ഉസ്താദല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഉസ്താദുമാരെ ശുക്രൻ ലക്കും, നിങ്ങൾക്ക് നന്ദി ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് നന്ദി. അപ്പൊ അവിടെ ലക്കും എന്നാണ് വേണ്ടത്. ഉസ്താദുമാരെ നിങ്ങൾക്ക് നന്ദി. ഇനി രണ്ടാമത്തത് യാ ദാരിസൂന ഹൽ ഡേഷ് കുത്തുബുൻ. അപ്പൊ അവിടെ വേണ്ടത് ഏതാണ്? ഇൻദക്കും എന്നുള്ളതാണ് അല്ലെ. യാ ദാരിസൂന, വിദ്യാർത്ഥികളെ, ഹൽ ഉണ്ടോ, ഇൻദക്കും നിങ്ങളുടെ അടുക്കൽ ഉണ്ടോ, കുത്തുബുൻ കിതാബുകൾ. അപ്പൊ അവിടെ ഇൻദക്കും എന്നാണ് വേണ്ടത്. കാരണം എന്താണ്? അത് ദാരിസൂന കുറെ വിദ്യാർത്ഥികളോടാണ് അത് ചോദിക്കുന്നത്. അപ്പം അവിടെ ഇൻദക്കും എന്നുള്ളതാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത് ഹൽ അതാക ഹദീസുൽ ആഷിയ. അപ്പൊ അവിടെ ഹദീസു എന്നാണ് വേണ്ടത്. ഹൽ അതാക ഹദീസുൽ ആഷിയ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഹൽ അതാക ഹദീസുൽ ആഷിയ. അതിന്റെ അർത്ഥം ഖിയാമത്ത് നാളിന്റെ വർത്തമാനം അങ്ങേക്കെത്തിയോ. അതാണ് ഹൽ അതാക ഹദീസുൽ ആഷിയ എന്നതിന്റെ അർത്ഥം. ഒന്നുകൂടെ നോക്കാം. ഖിയാമത്ത് നാളിന്റെ വർത്തമാനം അങ്ങേക്കെത്തിയോ. ഇനി നാലാമത്തത് യാ ബിന്തു ഐന കിതാബു. അപ്പൊ ഒരു പെണ്ണാണല്ലേ. അപ്പൊ ഖി എന്നാണ് വേണ്ടത്. അപ്പോ യാ ബിന്തു, പെൺകുട്ടി, ഐന എവിടെയാണ്, കിതാബു കി നിന്റെ കിതാബ്. അപ്പൊ കി എന്ന് പറഞ്ഞാൽ നിന്റെ എന്നാണ്. കാരണം സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതാണ് കിയ, ആൺകുട്ടികൾക്ക് എന്താണ് ഉപയോഗിക്കുക? ക എന്നുള്ളതാണ് ഉപയോഗിക്കുക. അപ്പൊ അതാണ് അഞ്ചാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. യാ വലതു, ആൺകുട്ടി, മസ്മുക നിന്റെ പേരെന്താണ്. അപ്പം ആൺകുട്ടികളാണെങ്കിൽ നിന്റെ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് ക എന്നും, പെൺകുട്ടികളാണെങ്കിൽ കി എന്നുമാണ് ഉപയോഗിക്കുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആറാമത്തത് യാ അത്തുഫാലു ഹൽ ഇൻദകും ത്വാഇറത്തുൻ വറഖിയത്തുൻ. യാ അത്തുഫാലു, കുട്ടികളെ, ഹൽ ഇൻദകും നിങ്ങളുടെ അടുത്തുണ്ടോ, ത്വാഇറത്തുൻ വറഖിയത്തുൻ അതിന്റെ അർത്ഥം എന്താണ്? പട്ടം. ത്വാഇറത്തുൻ വറഖിയത്തുൻ എന്ന് പറഞ്ഞാൽ പട്ടം എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങളുടെ അടുക്കൽ പട്ടമുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ കും എന്നുള്ളതാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗം നുൻഷി ഉൽ അസ്ഇലത്തു കമാ ഫിൽ മിസാലി. അപ്പൊ താഴെ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം നിർമ്മിക്കാനാണ്. ഉത്തരമല്ല, ചോദ്യം നിർമ്മിക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഹൽ ഇൻദക ഖലമുൻ. ഹൽ ഉണ്ടോ, ഇൻദക നിന്റെ അടുക്കലുണ്ടോ, ഖലമുൻ പേനയുണ്ടോ. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് അവിടെ നൽകിയത് എന്താണ്? നഅം അതെ, ഇൻദീ എന്റെ അടുക്കലുണ്ട്, ഖലമുൻ ജദീദുൻ പുതിയ പേനയുണ്ട്. അപ്പൊ ഇനി അവിടെ ഉത്തരമാണ് തന്നത്. അപ്പൊ ആ ഉത്തരത്തിന് അനുയോജ്യമായിട്ടുള്ള ചോദ്യം നമ്മൾ നിർമ്മിക്കണം. അപ്പൊ എന്താണ്? സൈൻ അൽഹംദുലില്ലാ, നല്ലത്, അള്ളാഹുവിന് സ്തുതി. അപ്പൊ എന്തായിരിക്കും ചോദ്യം? നിനക്ക് സുഖമാണോ എന്നല്ലേ. കൈഫ ഹാലുക്കും നിന്റെ അവസ്ഥ എന്താണ്. അപ്പൊ അവിടെ നമ്മൾ എഴുതാനുള്ളത് ഏതാണ്? കൈഫ ഹാലുക്കും നിങ്ങളുടെ അവസ്ഥ എന്താണ്. ഇനി അടുത്ത ഉത്തരം നഅം അതെ, ഇൻദനാ കുത്തുബുൻ വഅഖ്ലാമുൻ. ഇൻദന ഞങ്ങളുടെ അടുക്കലുണ്ട്, കുത്തുബുൻ കിതാബുകളും, വഅഖ്ലാമുൻ പേനകളും. അപ്പൊ ചോദ്യം എന്തായിരിക്കും? ഹൽ ഇൻദക്കും നിങ്ങളുടെ അടുക്കലുണ്ടോ, കുത്തുബുൻ വഅഖ്ലാമുൻ പേനകളും പുസ്തകങ്ങളും നിങ്ങളുടെ അടുക്കലുണ്ടോ. ഹൽ ഇൻദക്കും കുത്തുബുൻ വഅഖ്ലാമുൻ അതാണ് ചോദ്യമായിട്ട് നമ്മൾ നിർമ്മിക്കാനുള്ളത്. ഇനി അടുത്തത് ഉത്തരം നഅം അതെ, ലിത്തൊയ്രി ജനാഹാനി പക്ഷിക്ക് എന്തുണ്ട്? ജനാഹാനി രണ്ട് ചിറകുകളുണ്ട്. അപ്പൊ അവിടെ ചോദ്യം എങ്ങനെയാണ് വരിക? ഹൽ ലിത്തൊയ്രി ജനാഹുൻ
പക്ഷിക്ക് ചിറകുകളുണ്ടോ എന്ന് വരും. ഇനി മൂന്നാമത്തെ ഭാഗം നുഖമ്മിലു. നുഖ്മിലു എന്ന് പറഞ്ഞാൽ ആറോളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അതെന്താക്കണം, നമ്മൾ പൂർത്തിയാക്കിയിട്ട് എഴുതണം. അന സാരിഉൻ, ഞാൻ കൃഷിക്കാരനാണ്. ഇന്ദീ, എൻ്റെ അടുക്കലുണ്ട്. മിജുറഫത്തുൻ, മിജുറഫത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈക്കോട്ടിനാണ് മിജുറഫത്തുൻ എന്ന് പറയുക. അപ്പോൾ കൃഷിക്കാരുടെ അടുക്കൽ എന്തുണ്ടാവും? കൈക്കോട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ മിജുറഫത്തുൻ എന്നാണ് എഴുതാനുള്ളത്. രണ്ടാമത്തത് അർറജുലു അലാ ലൊഹിരിൽ ഫറസി. അർറജുലു, പുരുഷൻ എവിടെയാണ്? അലാ ലൊഹിരിൽ ഫറസി, കുതിരപ്പുറത്താണ്. ഫറസി എന്ന് പറഞ്ഞാൽ കുതിരയാണ് അല്ലെ. അപ്പൊ അലാ ലൊഹിരിൽ ഫറസി എന്നാൽ കുതിരപ്പുറത്താണ്. ഇനി മൂന്നാമത്തത് അസ്സഫീനത്തു അലാ സത്ഹിൽ ബഹരി എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അസ്സഫീനത്തു, കപ്പൽ, അലാ സത്ഹിൽ ബഹരി, കടൽപ്പരപ്പിന്റെ മേലെയാണ്. അപ്പോൾ കടൽപ്പരപ്പാണ് ഇത് അലാ സത്ഹിൽ ബഹരി എന്ന് പറഞ്ഞാൽ. ഇനി നാലാമത്തത് യാ ഫാത്തിമത്തു, ഏ ഫാത്തിമ, ഐന ബൈത്തുക്കി, നിന്റെ വീട് എവിടെയാണ്? കണ്ടോ, ഫാത്തിമ എന്ന് വന്നത് കൊണ്ടാണ് അവിടെ ബൈത്തുക്കി എന്ന് വന്നത്, അത് ശ്രദ്ധിക്കുക. ഐന എവിടെയാണ്, ബൈത്തുക്കി നിന്റെ വീട്. അപ്പൊ അതിന് ഉത്തരമായിട്ട് ഫാത്തിമ പറയാണ് എന്ത്? ബൈത്തീ, എന്റെ വീട്, ഖുർബൽ മദ്റസതി യാ ഉസ്താദി, എവിടെയാണ്? മദ്രസയുടെ അടുത്താണ് എന്റെ ഉസ്താദേ. അപ്പൊ അവിടെ അൽ മദ്റസതി യാ ഉസ്താദി എന്നുള്ളതാണ് എഴുതി ചേർക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത് അസ്വലാത്തു വാജിബത്തുൻ, സ്വലാത്തു നിസ്കാരം, വാജിബത്തുൻ നിർബന്ധമാണ്, അലാ കുല്ലി എല്ലാവരുടെ മേൽ, എങ്ങനെയുള്ള മുക്കല്ലഫിന്, എല്ലാ മുക്കല്ലഫിന്റെ മേലിലും 5 വക്ത് നിസ്കാരം വാജിബാണ്. അപ്പോ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം അല്ലെ, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ളവർക്ക് അല്ലെ മുക്കല്ലഫ് എന്ന് പറയും. ഇനി അടുത്തത് ആറാമത്തത് അല ഷജറത്തി, മരത്തിന്റെ മുകളിലാണ്, ഒഷുൻ കിളിക്കൂട്. അപ്പൊ അവിടെ ഒഷുൻ എന്നുള്ളതാണ് നമ്മൾ എഴുതി ചേർക്കാനുള്ളത്. ഒഷുൻ എന്നതിന്റെ അർത്ഥം കിളിക്കൂട് എന്നാണ്. ഇനി നമുക്ക് നാലാമത്തെ ഭാഗം നോക്കാം. നുറത്തിബു, തർത്തീബാക്കിയിട്ട് ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ അത് ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ഫി അൽ കിതാബു അൽ ഹഖീബത്തി. അപ്പൊ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അൽ കിതാബു ഫിൽ ഹഖീബത്തി എന്ന് വരും. അർത്ഥം എന്താണ്? പുസ്തകം ബാഗിലാണ്. രണ്ടാമത്തത് ഐന യാ സൈനബു അൽ ഖലമു. അപ്പൊ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ യാ സൈനബു ഐനൽ ഖലമു, സൈനബ എവിടെയാണ് പേന എവിടെ? സൈനബ പേന എവിടെ? ഇനി നുതർജിമു എന്നുള്ളതാണ്. താഴെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എഴുതുക. ഒന്നാമത്തത് അൽ ഖാതമു ഫിൽ ഖിൻസ്വരി, അർത്ഥം എന്താണ്? മോതിരം ചെറു വിരലിലാണ്. രണ്ടാമത്തെ ചോദ്യം അല സ്വരീരി ഫിറാഷുൻ, കട്ടിലിനു മുകളിൽ വിരിപ്പുണ്ട്. ഇനി അവസാനത്തെ ഭാഗമാണ് ആറാമത്തത് നുഗരിബു, അറബിയിലാക്കാം. താഴെ തന്ന മലയാളം എന്തിലാക്കി എഴുതണം? അറബിയിലാക്കി എഴുതണം. എൻ്റെ ഉമ്മയുടെ പേര് സുമയ്യ എന്നാകുന്നു. അപ്പൊ അത് അറബിയിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? ഇസ്മു ഉമ്മി സുമയ്യ, ഇസ്മു ഉമ്മി സുമയ്യ. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.